ഫ്രണ്ട്സ്, ഇതാണ് കാപ്പിൽ ബീച്ച്. നമുക്ക് കാപ്പിൽ ബീച്ചിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം അവിടെ എന്തൊക്കെയാണെന്ന്. തിരക്കുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വരികയാണെങ്കിൽ സൂപ്പറാണ് ഇവിടെ. കണ്ടില്ലേ ഈ സൈഡിലൊക്കെ. നിങ്ങൾക്ക് ഈ സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ വർക്കല ക്ലിഫിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ ദൂരമാണ് വർക്കല ക്ലിഫിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം. അപ്പോൾ നിങ്ങൾ വർക്കല ക്ലിഫ് ഫുള്ള് കവർ ചെയ്യാം. നിങ്ങൾക്ക് വരുന്ന വഴിക്ക് റോഡ് മാർഗം പെട്ടെന്ന് പിന്നെ ഈ കാപ്പിൽ ബീച്ചിലേക്ക് എത്താനും സാധിക്കും. കൊല്ലത്തുനിന്ന് വരുന്നവർക്ക് കൊല്ലം ബീച്ച്, തങ്കശ്ശേരിയിൽ നിന്ന് മുതൽ തങ്കശ്ശേരി, കൊല്ലം ബീച്ച്, അങ്ങനെ തീരദേശ റോഡ് വഴി നിങ്ങൾക്ക് ഫുള്ള് കവർ ചെയ്ത് ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കുന്നതായിരിക്കും. വലിയ തിരക്കുള്ള റോഡൊന്നുമല്ല. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പിന്നെ ബോട്ടിങ്, റിസോർട്ട്, അങ്ങനെയുള്ള കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കായലും കടലുമായിട്ടുള്ള അവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. ഈ വേലിയേറ്റ സമയത്ത് അവിടെ ഇറങ്ങുകയാണെങ്കിൽ വളരെ ഡേഞ്ചറാണ്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അപായം സംഭവിക്കാം. അപ്പോൾ സൂക്ഷിക്കുക. ഇവിടെയാണ് കടലുമായിട്ട് ചേരുന്ന സ്ഥലം. ഈ കായൽ വരെ കാണുന്ന സ്ഥലവും ഒരു പൊഴി പോലെ വരുമല്ലേ, അത് ഇവിടെയാണ്, ഈ സൈഡാണ്.